ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നാം ഇന്ന് ദർശിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരത്തിൽപ്പെട്ട വിശ്വാസത്തെക്കുറിച്ചാണ്. വിശ്വാസവരം ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ്. അതിനായി നമ്മളേവരും പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ദൈവത്തിൽ പ്രത്യാശ വെക്കുന്നവർക്ക്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം നൽകുമെന്ന് നാം വിശ്വസിക്കണം. ദൈവമാണ് നമ്മളെ ഇതുവരെ നയിച്ചത് എന്നും ഇതുവരെ ജീവിക്കാൻ അനുവദിച്ചത് ദൈവമാണെന്നും സഹനങ്ങളുടെ പിന്നിലും ദൈവത്തിൻ്റെ കരമുണ്ടെന്നും ആ സഹനത്തിലൂടെ ദൈവം എനിക്ക് ഉയർപ്പിൻ്റെ അവസരം ഒരുക്കുന്നുണ്ട് എന്നും നാം ഹൃദയത്തിൽ വിശ്വസിക്കണം. വിശ്വാസമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നത്. വിശ്വാസമില്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യമാണ്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്: പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസം. അപ്പോൾ നമ്മൾക്ക് ഉറപ്പുണ്ടാകണം, ബോധ്യങ്ങളുണ്ടാകണം. ഹെനോക്ക് മരണം കാണാതെ സംഭവിക്കപ്പെട്ടു. അവൻ്റെ വിശ്വാസം മൂലമാണ് അത് സംഭവിച്ചത്. മോശ ഫർവയുടെ മകളുടെ മകൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വിശ്വാസം മൂലം അവൻ ഫർവയുടെ മകളുടെ മകനെന്ന് അറിയപ്പെടുവാൻ ഇഷ്ടപ്പെട്ടില്ല. പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവജനത്തിൻ്റെ കഷ്ടതയിൽ പങ്കുചേരുന്നതാണ് എന്നവൻ ചിന്തിച്ചു. അബ്രാഹാം വിശ്വാസികളുടെ പിതാവായി മാറിയത് ദൈവം കൊടുത്ത ഏകമകനെ ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവം പറഞ്ഞതനുസരിച്ച് തൻ്റെ ഏകമകനെ ബലിയർപ്പിക്കുവാൻ വേണ്ടി പോയി. ദൈവം അവൻ്റെ വിശ്വാസം കണക്കിലെടുത്ത് അവന് വിശ്വാസികളുടെ പിതാവായി അബ്രാഹത്തെ ദൈവം ഉയർത്തി. സാറ തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണ് എന്ന് കണ്ടതുകൊണ്ട് സാറ തൻ്റെ വാർദ്ധക്യത്തിലും പ്രായം കവിഞ്ഞിട്ടും അവളുടെ വിശ്വാസം മൂലം ഗർഭധാരണത്തിനുള്ള ശക്തി ലഭിച്ചു. പ്രിയ സഹോദരങ്ങളെ, റോമാക്കാർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനം പറയുന്നത് നമുക്ക് വിശ്വാസം ലഭിക്കുന്നത് ഇപ്രകാരമാണ്: വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് നമ്മൾക്ക് വിശ്വാസം നമ്മളിലേക്ക് കടന്നു വരുന്നത്. കേൾക്കുവാൻ വേണ്ടി നമ്മളെ കാതുകളെ തുറന്നു കൊടുക്കണം. നമ്മൾ പ്രസംഗം കേൾക്കുമ്പോൾ പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് വ്യക്തമായി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി വചനം ശ്രവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: പ്രിയ സഹോദരങ്ങളെ, വിശ്വാസം നമ്മൾ നേടിയെടുക്കേണ്ട ചില കാര്യങ്ങളാണ് ചൂടെ പറയുന്നത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മശക്തി കൊണ്ടും അല്ലെങ്കിൽ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപമ കൊണ്ടും സമ്പൂർണ്ണമാക്കുവാൻ നന്നായി ഉത്സാഹിക്കുവിൻ. നമ്മൾക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം: ദൈവമേ, വിശ്വാസത്തിലൂടെ ഞങ്ങളെ നയിക്കണമേ. വിശ്വാസ വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസം എന്തെന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് അത് വരത്തിലേക്ക് ഞങ്ങളെ നയിക്കപ്പെടുന്നത്. ദൈവമേ, അവിടുത്തെ ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നയിക്കുകയും അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ വഴി നടത്തപ്പെടുകയും
പരിശുദ്ധാത്മാവിൻ്റെ വരത്തിൽപ്പെട്ട വിശ്വാസവരത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസവും വിശ്വസ്തതയും ഒന്നിച്ചു പോകുന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിൽപ്പെട്ടതാണ് വിശ്വസ്തത. വിശ്വാസത്തിൽ നിന്നാണ് വിശ്വസ്തത ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും വരങ്ങളുമെല്ലാം ഒന്നിച്ചു പോകുന്നതാണ്. ഇവ ലഭിക്കുമ്പോഴാണ്, വരങ്ങളും ദാനങ്ങളൊക്കെ ലഭിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഫലങ്ങൾ ലഭിക്കുമ്പോഴാണ് നമ്മൾ ആത്മാവിൽ ശരിയായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവമേ, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും നൽകി അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.